നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആറന്മുളയിലെ വിവാദമായ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ അപേക്ഷ നിരസിച്ചത്. പദ്ധതിക്കായി കണ്ടെത്തിയ 122 ഹെക്ടറിൽ 100 ഹെക്ടർ ഭൂമിയും നിലമായിരുന്നു. CPM ജില്ലാ നേതൃത്വവും പദ്ധതിക്കെതിരെ എതിർപ്പുന്നയിച്ചിരുന്നു. ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് ആ പദ്ധതി ഉപേക്ഷിച്ചതോടെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ സർക്കാർ സഹായത്തോടെ കൊണ്ടുവരാനായിരുന്നു ടോഫിലിന്റെ ശ്രമം. IT വകുപ്പിന് കൊടുത്ത അപേക്ഷ റവന്യൂ വകുപ്പിന് കൈമാറി. 90% സ്ഥലവും നിലമാണെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. നികത്തിയാൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചതുപ്പ് പ്രദേശം മണ്ണിട്ട് നികത്തി വിമാനത്താവളം ഉണ്ടാക്കുന്നതിനോട് CPM മാത്രമല്ല CPM ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവള പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അത്തരം ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഇലക്ട്രോണിക്സ് പാർക്കോ മറ്റ് വ്യവസായങ്ങളോ വരുന്നതുകൊണ്ട് യോജിപ്പില്ല. 500 കോടി രൂപ നിക്ഷേപിച്ച് 1000-ലധികം പേർക്ക് ജോലി നൽകുമെന്നായിരുന്നു ടോഫിലിന്റെ വാഗ്ദാനം. നിലം നികത്തിയുള്ള വ്യവസായത്തിന് CPI നേതൃത്വം തുടക്കം മുതൽ എതിരുമായിരുന്നു. റാഹിസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.